മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അലീന സ്റ്റാൻലിയോട് ചോദിക്കും, പപ്പ നമുക്ക് ഒന്ന് പള്ളി വരെ പോയിട്ട് വരാം എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, മോള് പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. ആ സമയത്ത് അലീന പറയും, പപ്പ എനിക്ക് ഇവിടെയുള്ള പള്ളി എവിടെയാണെന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് സ്റ്റാൻലി പറയും, നീ ബൈജുവിനെ കൂട്ടി പോയിക്കോ, അവനക്കറിയാം ഇവിടെയുള്ള പള്ളികൾ ഏതൊക്കെയാണ് എന്ന്. അങ്ങനെ അലീന, എന്താ പപ്പ പള്ളിയിലോട്ടൊന്നും വരാത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, ഞാൻ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, എൻ്റെ കൂടെ വരുന്നത് അതൊരു പ്രത്യേകതയുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, മോളെ ഇന്ന് എനിക്ക് വരാൻ താല്പര്യമില്ല, നമുക്ക് 2 പേർക്കും കൂടെ വേറെ ഒരു ദിവസം പോകാം, ഇപ്പോൾ മോള് ബൈജുവിനെയും കൂട്ടി പോയിക്കോ എന്ന് പറയുകയാണ്. ഒടുവിൽ അലീന പറയും, എങ്കിൽ ഓക്കെ എന്ന് പറയുകയാണ്. അങ്ങനെ അലീന ബൈജുവിനോട് ചെന്ന് പറയും, ചേട്ടാ നമുക്ക് ഒന്ന് പള്ളി വരെ പോയാലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബൈജു പറയും, പോകാലോ, ഇവിടെയുള്ള അടുത്ത് പോകണോ അതോ അഞ്ജനയിൽ പോകണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, എവിടെ ആയാലും കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അലീനയും ബൈജുവും കൂടെ പള്ളിയിലോട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അലീന ബൈജുവിനോട് പറയും, നമുക്ക് അഞ്ജനയിൽ പോകാം എന്ന് പറയുകയാണ്. ബൈജു പറയും, എങ്കിൽ ഓക്കെ അലീന കൊച്ചെ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ അഞ്ജനയിലുള്ള പള്ളിയിലോട്ട് പോവുകയാണ്. അങ്ങനെ പള്ളിയിലെത്തും. ആ സമയത്ത് ബൈജു പറയും, ഇവിടെ അടുത്താണ് സ്റ്റാൻലി സാറിൻ്റെ ഭാര്യ വീട് എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, എനിക്കറിയാം, പപ്പ പറഞ്ഞിട്ടുണ്ട്. ബൈജു അലീനയോട് പറയും, കൊച്ചു പോയി പ്രാർത്ഥിച്ചിട്ട് വാ, ഞാനിവിടെ പുറത്ത് നിൽക്കാം, ആവശ്യം കഴിഞ്ഞാൽ വിളിച്ചാൽ മതി, ഞാൻ വരാം എന്ന് പറയും. അങ്ങനെ ബൈജുവിനെ പുറത്ത് നിർത്തി അലീന പള്ളിയുടെ അകത്തേക്ക് ചെല്ലും. അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ അലീനയുടെ അടുത്തായി ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ആ സ്ത്രീയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരിക്കും. അങ്ങനെ അലീന പ്രാർത്ഥിച്ച് അവിടെ നിന്നും പുറത്തോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ സ്ത്രീ ഒന്ന് തല കറങ്ങി വീഴും. അങ്ങനെ അലീന ഓടിച്ചെന്ന് ആ സ്ത്രീയെ പിടിച്ച് ഇരുത്തും അവിടെ. എന്നിട്ട് വെള്ളമെല്ലാം എടുത്തു കൊടുക്കും. ആ സമയത്ത് അലീന ചെയ്യുന്ന ഉപകാരങ്ങൾ കണ്ട് ആ സ്ത്രീക്ക് വലിയ സന്തോഷമാകും. ആ സമയത്ത് ആ സ്ത്രീ അലീനയോട് ചോദിക്കും, എന്താ മോളുടെ പേര് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, എൻ്റെ പേര് അലീന. പിന്നീട് അലീന ആ സ്ത്രീയോട് ചോദിക്കും, അമ്മയുടെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അമ്മ പറയും, എൻ്റെ പേര് എൽസമ്മ എന്ന്. മോള് എവിടെ നിന്നാണെന്ന് ചോദിക്കും. ആ സമയത്ത് അലീന പറയും, ഞാൻ ഇവിടെ അടുത്ത് നിന്നാണെന്ന് പറയുകയാണ്. മോള് ഉണ്ടായത് വളരെയധികം എനിക്ക് ഉപകാരമായി. എനിക്ക് എന്താണെന്നറിയില്ല, രാവിലെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും ഒരു തലചിറ്റൽ പോലെ തോന്നിയതെന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ അത് ശരീരത്തിന് കേടാണെന്ന് പറഞ്ഞ് എൽസമ്മയെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. പക്ഷേ അലീനയ്ക്ക് മനസ്സിലായിട്ടില്ല ഇത് സ്റ്റാൻലി ജോസഫിൻ്റെ ഭാര്യയായ എൽസമ്മയാണ് എന്ന്. അതുപോലെ എൽസമ്മയ്ക്കും മനസ്സിലായിട്ടില്ല ഇത് അലീനയാണ്, അതായത് സ്റ്റാൻലിയുടെ മകളാണ് എന്ന്. അങ്ങനെ അവർ ഒരുപാട് സമയം സംസാരിക്കും. എൽസമ്മ പറയും, എനിക്കും മോളെ പോലെയുള്ള 3 മക്കളുണ്ട്, 2 പെൺകുട്ടികളും അതുപോലെ ഒരു ആൺകുട്ടിയും ആണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന ചോദിക്കും, ഭർത്താവ് എന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് എൽസമ്മ പറയും, ഭർത്താവ് ഞാനും ഒരുമിച്ചല്ല, ഭർത്താവ് വേറെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ അലീന പറയും, ഇനി നമുക്ക് പിന്നീട് കാണാം, കാരണം ഈ പള്ളിയിലോട്ട് ഞാൻ ഇനിയും പ്രാർത്ഥിക്കാൻ വരുമല്ലോ, ആ സമയത്ത് നമുക്ക് കാണാം എന്ന് പറയുകയാണ്. അങ്ങനെ എൽസമ്മയുടെ അടുത്ത് നിന്നും അലീന പുറത്തോട്ടേക്ക് പോകുകയാണ്. ആ സമയത്താണ് ബൈജു എൽസമ്മയെ കാണുന്നത്. ബൈജു എൽസമ്മയുടെ അടുത്തോട്ടേക്ക് ഓടിച്ചെന്നിട്ട് എന്താ മേഡം ഇവിടെ എന്ന് ചോദിക്കും. ആ സമയത്ത് എൽസമ്മ പറയും, ഞാൻ ഇങ്ങോട്ടേക്ക് പ്രാർത്ഥിക്കാൻ വന്നതാണ് എന്ന് പറയുകയാണ്. എൽസമ്മ ബൈജുവിനോട് ചോദിക്കും, എന്താ നീ ഇവിടെ ചോദിക്കുകയാണ്. ആ സമയത്ത് ബൈജു പറയും, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വീട്ടിലിപ്പോൾ സാറിന് ഒരു മകൾ വന്നില്ലേ, അവൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്, അപ്പോൾ അവളുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് പറയുകയാണ്. ആ സമയത്ത് എൽസമ്മ ബൈജുവിനോട് ചോദിക്കും, അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ, അവൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബൈജു പറയും, പ്രാർത്ഥിക്കാനും വേണ്ടി ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് എൽസമ്മ പറയും, ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴാണ് അകത്ത് നിന്നും അലീന പുറത്തോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഇറങ്ങി വരുന്നത് ബൈജു കാണുന്നു. ആ സമയത്ത് എൽസമ്മയോട് ബൈജു പറയും, ആ വരുന്നതാണ് ആ കൊച്ച് എന്ന് പറയുകയാണ്. അതാണോ, അത് അലീനയല്ലേ എന്ന് പറയുകയാണ്. ആ സമയത്ത് ബൈജു ചോദിക്കും, മാഡത്തിന് അവളെ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് എൽസമ്മ പറയും, അതെ, ഞാനിപ്പോൾ അവിടെ വെച്ച് അവളെ പരിചയപ്പെട്ടു, എനിക്ക് ചെറുതായിട്ടൊരു ക്ഷീണം വന്നപ്പോൾ അവൾ എന്നെ സഹായിച്ചു എന്ന് പറയുകയാണ്. എങ്കിൽ ആ പെൺകുട്ടി തന്നെയാണ് മാഡത്തിൻ്റെ ഏക ശത്രു എന്ന് പറയുകയാണ്.
പറയുകയാണ്. എൽസമ്മ ബൈജുവിനോട് പറയും ഞാൻ പോകുകയാണ് എന്ന് പറയുകയാണ്. അവളെ ഇനി പിന്നീട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എൽസമ്മ അവിടെ നിന്നും പോകും. അങ്ങനെ അലീന ബൈജുവിൻ്റെ അടുത്തോട്ടേക്ക് വരും. ബൈജുവിനോട് അലീന ചോദിക്കും, നിങ്ങൾക്കറിയോ ആ സ്ത്രീയെ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബൈജു പറയും പിന്നെ അറിയാതെ എന്ന് പറയുകയാണ്. അപ്പോൾ അത് ആരാണെന്ന് ചോദിക്കുകയാണ്. അത് മോൾക്കും നന്നായിട്ട് അറിയുന്ന ആളാണ്, മോളുടെ ഏക ശത്രുവാണെന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും എനിക്ക് ശത്രുവോ എന്ന് ചോദിക്കുകയാണ്. അതെ, അത് സ്റ്റാൻലി സാറിൻ്റെ ഭാര്യയാണ് എൽസമ്മ മാഡം എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അലീന ഇങ്ങനെ നെട്ടി നിൽക്കുന്നുണ്ട്. അലീന പറയും ഞാൻ അകത്ത് നിന്നും പരിചയപ്പെട്ടു. ആ സമയത്ത് ബൈജു പറയും അത് എന്നോട് മാഡം പറഞ്ഞു എന്ന് പറയുകയാണ്. പിന്നീട് അലീന ബൈജുവിനോട് ചോദിക്കും ഞാൻ ആരാണ് എന്ന് മാഡത്തിനോട് നീ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു, പിന്നീട് പരിചയപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് മാഡം പോയി എന്ന് പറയുകയാണ്. ഇനി ഇതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളാവുമല്ലോ എന്നിങ്ങനെ അലീന ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് ബൈജുവിനോട് അലീന പറയും എങ്കിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകാനും വേണ്ടി വണ്ടിയിലോട്ട് കയറുകയാണ്. അങ്ങനെ അവർ വീട്ടിലെത്തുന്ന സമയത്ത് സ്റ്റാൻലി ചോദിക്കും അലീനയോട് പ്രാർത്ഥിച്ചൊക്കെ ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും പ്രാർത്ഥിച്ചു പപ്പ എന്ന് പറയുകയാണ്. ഞാൻ ഇന്ന് പള്ളിയിൽ വെച്ച് ഒരാളെ കണ്ടു എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി ചോദിക്കും ആരെയാണ് കണ്ടത്, നിനക്ക് പരിചയമുള്ള ആരെയെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും എനിക്ക് പരിചയമുള്ള ആളെയല്ല, പക്ഷേ പപ്പയ്ക്ക് നന്നായിട്ട് പരിചയമുള്ള ആളാണ്, ഞാൻ അവിടെ വെച്ചാണ് അവരെ പരിചയപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി ചോദിക്കും അതാരാണ് എന്ന്. ആ സമയത്ത് അലീന പറയും ഞാൻ പപ്പയുടെ ഭാര്യയെ കണ്ടു എന്ന് പറയാണ്. ആ സമയത്ത് സ്റ്റാൻലി ചോദിക്കും എൽസമ്മയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും അതെ എന്ന്. അവൾ എല്ലാ പള്ളികളിലും ഇങ്ങനെ നടക്കുകയല്ലേ, അപ്പം അങ്ങനെ അവിടേക്ക് വന്നതായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നീ എവിടെയുള്ള പള്ളിയിലോട്ടാണ് പോയതെന്ന് ചോദിക്കും. ആ സമയത്ത് ഞാൻ ഇവിടെ അടുത്തുള്ള അഞ്ജനയിലാണ് പോയതെന്ന് പറയുക. നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്, ഇവിടെ അടുത്തുള്ള ഒരു പള്ളി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോയാൽ പോരായിരുന്നോ എന്ന്. ആ സമയത്ത് അലീന പറയും എനിക്ക് പിന്നീട് തോന്നി അങ്ങോട്ടേക്ക് പോകണ്ടായിരുന്നു എന്ന്, എന്നോടൊന്നും സംസാരിക്കുകയൊന്നും ചെയ്തില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ഇനി അവളുടെ ബന്ധുക്കളെല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് വരും, അത്രേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന സ്റ്റാൻലിയോട് പറയും പപ്പയ്ക്ക് എന്താ ആൻറ്റിയുടെ അടുത്തോട്ടേക്ക് ചെന്നാൽ ആൻറ്റി ഒരു പാവമല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും അവളൊരു പാവമാണ്, പക്ഷേ അവളുടെ ചേച്ചി ഉണ്ടല്ലോ ഇന്നാൾ വന്നു റീത്താമ്മ, അവൾ ഭയങ്കരിയാണ്, അവൾ പണത്തിന് വേണ്ടിയിട്ട് അവളെ വെറും കരുവാക്കിയിരിക്കുകയാണ്. പക്ഷേ അത് അവൾക്കറിയില്ല, അവൾ എപ്പോഴും അവളുടെ ചേച്ചി എന്നുള്ള നിലയിൽ നിൽക്കുകയാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് വളരെയധികം വിഷമമുണ്ട്. അപ്പോൾ അലീന പറയും പപ്പ എല്ലാവരെയും തിരികെ കൊണ്ടുവരണം, എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയും നിനക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറ, എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടെ നിന്നും പോകും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.